بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله الذي وجد رسوله وخليله يتيما فآوى وعائلا فأغنى وجعله عبدا رسولا لا ملكا نبيا اللهم صل على سيدنا محمد حاء الرحمة وميم الملك ودال الدوام السيد الكامل الفاتح الخاتم عدد ما في علمك كائن أو قد كان كلما ذكرك وذكره الذاكرون وكلما غفل عن ذكرك وذكره الغافلون صلاة دائمة بدوامك باقية ببقائك لا منتهى لها دون علمك إنك على كل شيء قدير أما بعد فإنه كان رسول الله صلى الله عليه وسلم أجود الناس وكان يعطي عطاء الملوك ويعيش عيش الفقراء وشد من شغب عشاءه وطوى تحت الحجارة كشحا مترف الأدم وراودته الجبال سم من ذهب عن نفسه فأراها أيما شمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധർമ്മം ചെയ്യുന്ന വിഷയത്തിൽ തുല്യതയില്ലാത്തവരാണ്, അജ്വദുന്നാസാണ് എന്ന നമ്മുടെ ഈ ചർച്ചയുടെ 13ാമത്തെ ചർച്ചയാണ്. നാം ചർച്ച ചെയ്യും തോറും ചില ആളുകൾക്ക് അവരുടെ നഫ്സിൽ എന്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ധനികനാണ്, അല്ലെങ്കിൽ ധാരാളം സമ്പത്തിൻ്റെ ഉടമയായ ഒരു മഹാഭരണാധികാരിയാണ് എന്ന് പറയുന്നതിൽ എന്തോ ഒരു വല്ലായ്മ ഉള്ളതായി തോന്നുന്നു. അതിൻ്റെ എല്ലാം പശ്ചാത്തലം അവർ ചെറുതായ സമയത്ത് കേട്ടത് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒന്ന് മാറി ചിന്തിച്ച് പഠിക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നതോടുകൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധികാരിയായി വന്നിട്ടുണ്ട്. ഹുദൈബിയ സന്ധിയോടുകൂടെ ആ ഒരു ഭരണാധികാരിയാണ് എന്നുള്ള അംഗീകാരം ഖുറൈശികൾ അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു. പരിശുദ്ധമായ മക്ക സാദഹല്ലാഹു ശറഫ അത് കീഴടങ്ങലോട് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് നിലവിലുള്ള ഭരണാധികാരികളായ കിസ്റ, കൈസർ, അതുപോലെ ലോകത്തിൻ്റെ നാനാബുക്കിലുള്ള ഓരോരോ ഭരണാധികാരികളെയും എടുത്തു നോക്കിയാൽ അവരിൽ വെച്ച് ഏറ്റവും വലിയവർ റസൂലായി. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ അവരെപ്പോലെ കൊട്ടാരം പണിയാനോ സിംഹാസനം പണിയാനോ അല്ലെങ്കിൽ രാജാവ് എന്ന് ധരിക്കുന്ന ഒരു രീതിയിൽ ജീവിക്കാനോ തയ്യാറായില്ല. നബി തങ്ങൾ പറഞ്ഞത്, ഞാൻ അബ്ദുൻ റസൂലായി ജീവിക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധർമ്മം, രാജാക്കന്മാരെ കവച്ചു വെക്കുന്ന ധർമ്മം, ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും അവരവരുടെ ആവശ്യം നിറവേറുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കും, അവരവർ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ. അതാണല്ലോ ജൂദ് എന്ന് പറഞ്ഞാൽ, ഒരാൾ ഉദ്ദേശിച്ചതിൻ്റെ അപ്പുറം കൊടുക്കുന്നവർ.
ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം. അപ്പോൾ ഈ നിലക്ക് എന്നാൽ നബി തങ്ങൾ സ്വയം ജീവിതത്തിൽ ഞാൻ അശ്ബിഉ യൗമ വഅജൂഉ യൗമ ഔ യൗമൈൻ, 1 2 3 ദിവസം ഞാൻ പട്ടിണി കിടക്കും, അതിനിടയ്ക്ക് ഞാൻ ഒരു ദിവസം വിശപ്പടക്കും. ഈ നിലക്കുള്ള ഒരു ജീവിതമായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വൈകുന്നേരമാകുമ്പോന്നതിൻ്റെ മുമ്പ് തന്നെ മുഴുവനും കൊടുത്ത് കാലിയാക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ദിവസം വന്നത് അല്പം കൊടുത്തു തീർക്കാൻ ബാക്കി വന്നപ്പോൾ നബി തങ്ങൾ ആ ദിവസം പള്ളിയിൽ താമസിച്ചു. നബി തങ്ങളെ വീടുകളിലേക്ക് പോയില്ല. ഇത് നബി തങ്ങൾക്ക് മാത്രം കഴിയുന്ന മാത്രമുള്ളൊരു വിശേഷണമാണ്. ആ നിലക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്നത് ഒന്നും ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതായി വരാനില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധർമ്മം ചെയ്യുന്നതിൻ്റെ ചെറിയൊരു മോഡലുകളെ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുള്ളൂ. കാരണം നബി തങ്ങളുടെ സ്വഭാവങ്ങൾ, നബി തങ്ങളുടെ ധർമ്മങ്ങൾ പറയുന്ന കിതാബുകൾ ധാരാളമാണ്. ഓരോന്നിലും മറ്റൊന്നിലില്ലാത്ത എത്രയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി തങ്ങളെ ജൂത് വർണ്ണിച്ചു തീർക്കാൻ സാധ്യമല്ല. എന്നാലും നമ്മുടെ മനസ്സിൽ നബി തങ്ങൾക്ക് ഉള്ളതില്ലെന്ന് തന്നെയായിരുന്നു ചെലവാക്കിയിരുന്നത്. ഇപ്പോഴും ചോദിക്കുന്ന ചില ആളുകളുണ്ട്, പള്ളിയിലെ ഉസ്താദന്മാർ പിരിവടത്തി നടത്തുന്ന മാതിരി പിരിവടത്തിലായ നബി തങ്ങളെന്ന് പറഞ്ഞൂടെ? ഒരിക്കലും പറഞ്ഞൂടാ. നബി തങ്ങൾ പിരിവ് നടത്തലുണ്ട്, നബി തങ്ങളെ അടുത്തുള്ളത് കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം എന്നല്ലാതെ നബി തങ്ങൾ ആദ്യം തന്നെ ഒന്നുമില്ലാത്തവനായി വെറും ഒരു റിസീവർ പണിയെടുത്തിട്ടില്ല. നബി തങ്ങൾക്ക് ധാരാളം വരുമാനങ്ങളുണ്ട്. മുതൽ എന്ന് പറഞ്ഞാൽ ധാരാളമാണ്, കോടികളാണ്. അത് നബി തങ്ങൾക്കുള്ളതാണെന്ന് നാം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒരു അറാബിയായ ജൂതനായ മനുഷ്യൻ സെയ്ദ് ബിൻ ശഅന എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അദ്ദേഹം മുസ്ലിമാകുന്നതിൻ്റെ മുമ്പ് മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്താണ്, ഞാനത് വായിക്കുന്നത്. ബഹുമാനപ്പെട്ട ഖാദി ഇയാദിൻ്റെ ശിഫ എന്ന പ്രധാനപ്പെട്ട തങ്ങൾ മദ്ഹ് ചെയ്യുന്ന കിതാബിൽ നിന്നാണ്. സെയ്ദ് ബിൻ ശഅന വന്നു. അദ്ദേഹം മുസ്ലിമാകുന്നതിൻ്റെ മുമ്പ് യതഖാല്ലാഹു ദൈനൻ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദിനോട് കടം വാങ്ങിയിരുന്ന കടം തിരിച്ചാവശ്യപ്പെട്ടും കൊണ്ട് ഫജബദ സൗബഹു അൻ മൻകിബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലിലുള്ള വസ്ത്രത്തെ പിടിച്ചു വലിച്ചു. വഅഖദ ബിമജാമിഇ സിയാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രങ്ങൾ എല്ലാം ഒരുമിച്ച് കൂടിയ ഭാഗത്തിൽ നിന്ന് പിടിച്ചു വലിച്ചു. കുടുക്കുള്ള ഭാഗത്തുനിന്ന് കുടുക്കിട്ട ഭാഗം പിടിച്ചു, പിടിച്ചു വലിച്ചു എന്ന് പറയുന്ന മാതിരി. വഅഗ്ലലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാതെ ഗൗരവത്തിൽ പെരുമാറുകയും ചെയ്തു. സുമ്മകാല, നബി തങ്ങളോട് പറയാണ്, ഇന്നക്കും യാ ബനി അബ്ദുൽ മുത്തലിബ് മുത്തുലുൻ, അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളെ, നിങ്ങളൊക്കെ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാത്ത സുയിപ്പാക്കുന്നവരാണ് എന്നാണ് നബി തങ്ങളോട് പറഞ്ഞത്. നബി തങ്ങളെ മാത്രമല്ല, നബി തങ്ങളെ കുടുംബത്തെ തന്നെ ആക്ഷേപിക്കുകയാണ്. ഫന്തഹറഹു ഉമറു വശദ്ദദ ലഹു ഫിൽ ഖൗൽ, ആ മനുഷ്യനെ സെയ്ദ് ബിൻ ശഅന എന്നവരെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വല്ലാതെ ഭീഷണിപ്പെടുത്തി. അദ്ദേഹത്തിനോട് അതിഗൗരവമായി പെരുമാറി. കാരണം റസൂലുള്ളാഹിയോടല്ല ഇയാൾ കാട്ടുന്ന കാട്ടിൽ വിടാൻ പറ്റുമോ? ഉമർ ഖത്താബ് ശക്തമായി അദ്ദേഹത്തെ പേടിപ്പിക്കുകയും വളരെ ഗൗരവമായി പെരുമാറുകയും ചെയ്തു. വന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ തബസ്സമു, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ചിരിച്ച് പുഞ്ചിരിക്കുകയാണ്. തങ്ങൾ ഒന്നിനും മറുപടി, അറാബി സെയ്ദ് ബിൻ ശഅനക്കും മറുപടി കൊടുക്കുന്നില്ല, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോഴും അതിനൊക്കെ മറുപടി കൊടുക്കാതെ നബി തങ്ങൾ പുഞ്ചിരിക്കുകയാണ്. അങ്ങനെ രണ്ടാളും നിർത്തിയപ്പം ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന വഹുവ
കുന്നാ ഇലാ ഗൈരി ഹാദാ മിൻക അഹ്വജു യാ ഉമർ. വളരെ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറയാണ്, ഉമറേ, ഞാനും ഈ സെയ്ദും നീ ഈ പറഞ്ഞത് അല്ലാതെ മറ്റൊരു കാര്യത്തിലേക്കാണ് ഞങ്ങൾക്ക് രണ്ടാക്കും ആവശ്യമുള്ളത്. എന്താ രണ്ടാക്കും ആവശ്യമുള്ളത്? തഅ്മുറുനി ബിഹുസ്നിൽ ഖളാ വ തഅ്മുറുഹു ബിഹുസ്നി തഖാളി. നീ അദ്ദേഹത്തോട് നല്ല നിലക്ക് തഅ്മുറുനി, നീ എന്നോട് കൽപ്പിക്കണം കടം വാങ്ങിയത് നല്ല നിലക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിനോട് പറയണം കടം കൊടുത്തത് തിരിച്ചു വാങ്ങുമ്പോൾ മര്യാദ പാലിക്കണം തിരിച്ചു വയ്ക്കുമ്പോൾ എന്ന്. കടം കൊടുത്തത് തിരിച്ചു ചോദിക്കുമ്പോൾ മര്യാദക്ക് ചോദിക്കാൻ വേണ്ടി അദ്ദേഹത്തെയും കൽപ്പിക്കണം. ഞങ്ങൾക്ക് രണ്ടാക്കും നിൻ്റെ ഉപദേശമാണ് ഇവിടെ വേണ്ടത് എന്നല്ലാതെ അയാളെ മേത്ത് കിടക്കല്ല. ഞാനും കുറ്റവാളി തന്നെ, ഞാനും ചെയ്തോർത്ത് ഇനി അത് പഠിപ്പിക്കേണ്ടതുണ്ട്. സുമ്മഖാല, പിന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലഖദ് ബഖിയ മിൻ അജ്രിഹി സലാസുൻ. ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാൻ ശുയിപ്പാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് പണം കൊടുക്കാൻ ഇനി 3 ദിവസം കൂടി ബാക്കിയുണ്ട്. അവധി ആയിട്ടില്ല. അവധി ആവുന്നതിൻ്റെ മുമ്പാണ് ഇയാൾ ഈ വന്നിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി വഅമറ ഉമറ യഖ്ളിഹി മാലഹു വയസീദുഹു 20 സഅൻ. അദ്ദേഹത്തിനോട് കടം വാങ്ങിയത് മുഴുവനും കൊടുക്കാനും 20 സ്വാഗ് ഏറെ കൊടുക്കാനും കൽപ്പിച്ചു. എന്തിനാണ് ഏറെ? ലിമാ റവ്വഅഹു, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ പേടിപ്പിച്ചതിൻ്റെ പേരിൽ. നബി തങ്ങളോട് അപമര്യാദമായി പെരുമാറിയാൽ സ്വാഭാവികമാണ് ഏതൊരു മൂമിനിക്കും ഉമർ ഖത്താബിനെ പറയും വേണ്ട, സഹിക്കാൻ കഴിയൂല. അപ്പോൾ ഉമർ ഖത്താബ് നല്ലോണം പറഞ്ഞിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പകരമായിട്ടൊരു 20 സ്വാഗ് ഏറെ കൊടുക്കാനും കൽപ്പിച്ചു. ഫകാന സബബ ഇസ്ലാമിഹി, അത് അദ്ദേഹം മുസ്ലിമാവലിലേക്ക് കാരണമാവുകയും ചെയ്തു. അതിൻ്റെ കാരണം വദാലിക അന്നഹു കാന യഖൂലു മാ ബഖിയ മിൻ അലാമാത്തിൻ നുബുവ്വത്തി ശൈഉൻ ഇല്ലാ വഖദ് അറഫ്തുഹാ ഫീ വജ്ഹി മുഹമ്മദിൻ ഇല്ല സ്നതൈൻ. നുബുവത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഏതെല്ലാം തൗറാത്തിൽ പറഞ്ഞതുണ്ടോ അത് മുഴുവനും റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തുണ്ട്. 2 കാര്യം ഒഴിച്ച് അത് രണ്ടും എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലായിരുന്നു. ഒന്നെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആരെങ്കിലും ജഹാലത്ത് ചെയ്താൽ നബി തങ്ങൾ വല്ലാതെ ഒതുക്കത്തിൽ പെരുമാറും നബിയാകുമ്പോൾ. നബിൻ്റെ പ്രത്യേകതയാണത്. അതുപോലെ ആരെങ്കിലും ഒരു വലിയ സിദ്ദത്തുൽ ജഹ്ൽ കാട്ടിയാൽ അതിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ അമർച്ചയും ഒതുക്കവും ഉള്ളവരായിരിക്കും. ഈ 2 സ്വഭാവം, യസ്ബികു ഹിൽമുഹു ജഹ്ലഹു വലാ യസീദുഹു സിദ്ദത്തുൽ ജഹ്ലി ഇല്ലാ ഹിൽമാ. ഈ 2 സ്വഭാവം കൂടി പരിശോധിക്കാനുണ്ടായിരുന്നു എനിക്ക്. ഫഅഖ്തബിറുഹു, ഞാൻ അത് പരിശോധിച്ചതാകുന്നു ഈ ഒരു സംഗതി കൊണ്ടിട്ട്. എനിക്ക് പരിശോധിക്കാനുള്ള ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ പരിശോധിച്ചതാണ്. ഫവജത്തുഹു കമാ ഉസിഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി ഞങ്ങളെ വേദങ്ങളിൽ എങ്ങനെ പറഞ്ഞോ അതുപോലെ ഞാൻ എത്തിച്ചു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുസ്ലിം ആവുകയും നബി തങ്ങളോട് കൂടെ യുദ്ധം ചെയ്യുകയും പിന്നീട് ഖൈബർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ വെച്ച് അദ്ദേഹം വഫാത്താവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, കുന്തു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെയായിരുന്നു. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. വഅലൈഹി ബുർദുൻ വലീദുൽ ഹാശിയ, അതിൻ്റെ ബക്ക് നല്ല കട്ടിയുള്ള ഒരു പത്പാണ് റസൂലുള്ളാഹി തങ്ങൾ ധരിച്ചിട്ടുള്ളത്. അതാണ് നബി തങ്ങൾ തോളുകൂടിട്ടുള്ളത്. فجبذه عرابي بردائه جبذة شديدة حتى أثرت حاشية البرد في صفوة عاتقه. ഒരു അറാബി വന്ന് അത് പിടിച്ച് വലിച്ചു, വലിയ പിടുത്തം പിടിച്ച് വലിച്ചതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരടിയിൽ അതിൻ്റെ അടയാളം വീണു. തോല് പോയി റസൂലുള്ളാഹിന്റെ പെരടിൻ്റെ. ആ നിലക്കാണ് പിടിച്ച് വലിച്ചത്, വരും വലി. സുമ്മഖാല, എന്നിട്ട് അറാബി പറയാണ്, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, യഹ്മിലി അലാ ബഗീറയ്യ ഹാദൈനി മിമ്മാലില്ലാഹി അല്ലദീ ഇൻദക്.
فإنك لا تحمل لي من مالك ولا من مال أبيك. വല്ലാത്ത വാക്കാ. അറാബിയിൽ നബി തങ്ങളെ പിടിച്ച് മുറിയാക്കിയിട്ട് പറയാണ്, മുഹമ്മദേ, എനിക്ക് നീ എൻ്റെ ഈ 2 ഒട്ടകം നിറച്ചും അള്ളാഹുവിൻ്റെ മുതലിൽ നിന്ന് നിറച്ചതിൻ്റെ മുകളിൽ കയറ്റിയേക്ക്. അള്ളാഹുവിൻ്റെ മുതൽ അല്ലതി ഇന്ദക, നിൻ്റെ അടുക്കലുള്ള, നിൻ്റെ അടുക്ക് ധാരാളം മുതലുണ്ട്, ഒക്കെ അള്ളാഹിൻ്റെതാണ്. ഫഇന്നക ലാ തഹ്മിലു ലീ മിൻ മാലിക വലാ മിൻ മാലി അബീക്. നീ എനിക്ക് തരാൻ പോകുന്നത് നിൻ്റെ മുതലുമല്ല, എൻ്റെ തന്തൻ്റെ മുതലുമല്ല. അല്ലാത്ത വാക്കാണ്. ഫസഖത്തൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാതെ നിന്നു. സുമ്മ ഖാല, പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു, അൽ മാലു മാലുല്ലാഹ്. ഈ പറഞ്ഞത് ശരിയാണ്, മുതലൊക്കെ അള്ളാഹിൻ്റെ തന്നെയാണ്. വഅന അബ്ദുഹു, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. അടിമക്ക് അള്ളാഹു നൽകിയതാണ് എൻ്റെ അടുത്തുള്ളത്. സുമ്മ ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, വയുഖാദു മിൻക യാ അറാബിയ്യു മാ ഫഅൽത ബി. നീ എന്നെ കൊണ്ട് ചെയ്തൊരു സംഗതി ഉണ്ട്, അത് നിന്നിൽ നിന്ന് പകരം വീട്ടപ്പെടും. ഇത് പകരം വീട്ടപ്പെടാൻ പറ്റിയ സംഗതിയല്ല. ഞാനൊന്നും തരാനില്ലല്ലോ. എൻ്റെ പെരടി പോയി എൻ്റെ ചട്ടം പിടിച്ചു, എൻ്റെ പെരടിയിൽ കൂടെ വലിച്ചു മുറിയാക്കി. എന്നിട്ട് അപമര്യാദമായി ഒരു നിലക്കും പറയാൻ പറ്റാത്ത വാക്ക് നീ പറയുകയും ചെയ്തു. ഇത് നിന്നിൽ നിന്ന് പകരം വീട്ടപ്പെടും. കാല, അയറാബി പറഞ്ഞു, ലാ, പകരം വീട്ടാൻ പറ്റൂല. കാല, റസൂലുള്ളാഹി ചോദിച്ചു, ലീമ, എന്താ ഖളാ വീട്ടാൻ പറ്റൂല എന്ന് എന്തുകൊണ്ട്? കാല, അയറാബി പറഞ്ഞു, ലിഅന്നക ലാ തുകാഫിഉ ബിസ്സയ്യിഅതി അസ്സയ്യിഅത. നിങ്ങൾ തെറ്റിനെ തെറ്റുകൊണ്ട് പ്രതികരിക്കുന്നവരല്ല. നിങ്ങൾ പ്രവാചകരാണ്. പ്രവാചകന്മാർ തെറ്റിനെ തെറ്റുകൊണ്ട് പ്രതികരിക്കൂല. വളഹിക നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ റസൂലുള്ളാഹി ചിരിച്ചു. സുമ്മ അമറ അൻ യുഹ്മല ലഹു അലാ ബഈരിൻ ശഈറുൻ വഅലൽ ആഖിരി തംറുൻ. നബി തങ്ങളെ ഖാദിമിങ്ങളോട് കൽപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ ഒരു ഒട്ടകം നിറച്ച് അതിനെടുക്കാൻ മാത്രം ഷഈർ വാറിൽ കൊടുക്കാനും മറ്റതിൻ്റെ പേരിൽ നിറച്ച് കാരക്ക ഏറ്റിവെക്കാനും കൽപ്പിച്ചു. ഇതാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. ഈ കൊടുക്കുന്നത് മാലുള്ള എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മാലിൻ്റെ മുതലെന്നല്ല. അന്ന് ബൈത്തുൽ മാലില്ല. മുസ്ലിമീങ്ങൾക്ക് ഓഹരി ചെയ്യപ്പെടേണ്ട ഗനീമത്ത് മുതലിൽ നിന്നുള്ള വിഹിതം കഴിച്ചിട്ട് സക്കാത്തിൻ്റെ മുതലുകൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫൈ മുതലുകളും അതുമായി ബന്ധപ്പെട്ട മുതലുകളും മുഴുവനും റസൂലുള്ളാഹിക്കുള്ളതാണ്. റസൂലുള്ളാഹിക്ക് മിൽക്കാണ്. നാം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ഒരു അറാബി കൊടുക്കുന്നത്. ചോദിച്ചതിൻ്റെ അത്ര തന്നെയാണ് കൊടുത്തു, ഉദ്ദേശിച്ചതിലേറെ. അതുപോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ദിവസം ഒരു അറാബി ഒരാൾ വന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതാ റജുലുൻ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ അടുക്കലേക്ക് റജുൽ വന്നു. യസ്അലുഹു, നബി തങ്ങളോട് ചോദിക്കുന്നവരായിട്ട്, യാചിക്കുന്നവരായിട്ട്. ഫസ്തലഫ നിസ്ഫ വസഖിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനക്ക് നിസ്ഫു വസഖ് 60 സ്വാഗിൻ്റെ പകുതി 30 സ്വാഗ് കടം വാങ്ങിക്കൊടുത്തു. നബി തങ്ങളുടെ സ്വഭാവം അതാണ്. ഉള്ളത് മുഴുവനും കൊടുത്തു തീർത്താൽ പിന്നെ ആരെങ്കിലും വന്നാൽ കടം വാങ്ങിക്കൊടുക്കും. ഇതാണ് നബി തങ്ങൾ ധാരാളം കടം വാങ്ങുന്ന ആളാണ്. കടം വാങ്ങണതിനൊരു കുറ്റമില്ല, ഇസ്ലാം അംഗീകരിച്ച കാര്യമാണ്. മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പണയം കൊടുത്തിട്ടും പണയം കൊടുക്കാതൊക്കെ പണം കടം വാങ്ങാം. അത് മനുഷ്യന്മാർക്കുള്ള കടം വാങ്ങൽ, വീട്ടാൻ കഴിവുള്ളവർക്ക് കടം വാങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ നിസ്ഫു വസഖ് 30 സ്വാഗ് കടം വാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്തു. ഫജാഅ അർ-റജുലു യതഖാല്ലാഹു. ഈ കടം വാങ്ങിയ ആൾ, ആ വ്യക്തി ഡേറ്റ് ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി കടം വാങ്ങിയത് തിരിച്ചു ചോദിച്ചു കൊണ്ടുവന്നു. ഫഅതാഹു വസ്ക. അദ്ദേഹത്തിന് ഒരു വസക്ക് തേച്ചാണ് കൊടുത്തത്. വാങ്ങിയതിൻ്റെ പകുതി, വാങ്ങിയതിൻ്റെ ഇരട്ടി അദ്ദേഹത്തേക്ക് തിരിച്ചു കൊടുത്തു. വഖാല നിസ്ഫുഹു ഖളാ വനിസ്ഫുഹു നാഇൽ. പകുതി നീ തന്നതിന് പകരം കടം വീട്ടിയതും ബാക്കി പകുതി എൻ്റെ വക ഫ്രീ ആണ്.
ഇതാണ് നബി തങ്ങളുടെ ധർമ്മം. ഇത് ഉദ്ധരിച്ചുകൊണ്ടാണ് ശിഫേർ ഉദ്ധരിക്കുന്നത്. ഷറോ ശിഫേർ പ്രത്യേകമായി പറയുന്നത് ഇതുപോലെ ധർമ്മം ചെയ്യാൻ ലോകത്ത് നബിക്കല്ലാതെ ഒരാൾക്കും സാധ്യല്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ആര് എന്ത് ചോദിച്ചാലും ആ ചോദ്യക്കാരൻ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറം കൊടുക്കുക. അതായിരുന്നു റസൂലുള്ളാഹിൻ്റെ ശൈലി. ഇത്ര പോരെ എന്നതല്ല, ചോദിച്ചതിൻ്റെ അപ്പുറം കൊടുത്ത് തീർക്കുക. ഒരാൾ ചോദിക്കൽ അദ്ദേഹത്തിന് അത്യാവശ്യമുള്ളതായേക്കാം, എന്നാൽ തിടുക്കം മുഴുവൻ തീരണമെങ്കിൽ കുറച്ച് കൂടുതൽ കൊടുക്കണം എന്ന ചിന്താഗതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എപ്പോഴും അങ്ങനെയാണ് കൊടുക്കൽ. അതാണ് അജ്വദ് എന്ന വാക്കിൻ്റെ അർത്ഥവും. ഓരോരുത്തരും ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നവർ. ബഹുമാനപ്പെട്ട റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ നബി തങ്ങളുടെ പള്ളിയിൽ നബി തങ്ങളുടെ വീടിൻ്റെ മുമ്മരപ്പടിയിൽ ഇരിക്കുന്ന ഒരു മഹാനാണ്. നബി തങ്ങൾക്ക് രാത്രി ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി അവർ കല്യാണം കഴിക്കുന്നതിൻ്റെ എല്ലാം മുമ്പാണത്. അങ്ങനെ ഒരു ദിവസം റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒളു കൊടുക്കാനുള്ള വെള്ളവും മറ്റ് അത്യാവശ്യ വസ്തുക്കളുമായി നബി തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എടുത്തു കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, സൽ, ചോദിക്ക്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. റബീഅത്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചോളാം നബിയെ, ഞാൻ എൻ്റെ കാര്യങ്ങളിൽ എന്താണ് ചോദിക്കേണ്ടത് എന്ന് ഞാൻ ചിന്തിക്കട്ടെ. ഞാൻ ചിന്തിച്ചതിൻ്റെ ശേഷം ഞാൻ പറയാം. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ, റബീഅത്തെ ചോദിച്ചോ, നിനക്ക് ഞാൻ തരാം. കാല, റബീഅത്ത് എന്നവർ പറയാണ്, ഫഖുൽതു അൻദുറു ഫീ അംരി യാ റസൂലല്ലാഹ് സുമ്മ ഉഅലിമുക ദാലിക്. ഞാൻ എൻ്റെ കാറ്റ് ചിന്തിക്കട്ടെ നബി, എന്താ ചോദിക്കണ്ടേ, എന്നിട്ട് ഞാൻ തങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെ ഞാൻ എൻ്റെ നഫ്സിൽ ചിന്തിച്ചപ്പോൾ ചോദിച്ചു, ദുനിയാവിൽ എന്തു നബി തങ്ങളോട് ചോദിച്ചാൽ നബി തങ്ങൾ തരും. പക്ഷേ ഫഅറഫ്തു അന്ന ദുനിയാ മുൻഖതിഅത്തുൻ സായില, ഈ ദുനിയാവ് മുറിഞ്ഞു പോകുന്നതും അത് നീങ്ങിപ്പോകുന്നതുമാണ്, ശാശ്വതമല്ല. വഅന്ന ലീ ഫീഹാ റിസ്ഖാ, ഈ ദുനിയാവിൽ എനിക്ക് എൻ്റെ ആവശ്യത്തിനേക്കുള്ള റിസ്കുകളെല്ലാം വരുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അല്ലാഹു ഏറ്റതുമാകുന്നു. സയക്ഫീനി വയതീനി, അതെനിക്ക് പിന്നീട് മതിയാവുകയും എനിക്ക് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ വാഴ്ത്തുകളിൽ കാണാൻ നബി തങ്ങൾ ചോദിച്ചു പിറ്റേന്ന്, എന്താ ചോദിക്കുന്നില്ലേ, ഞാൻ ചിന്തിച്ചിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിവസമാണ് ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹു ചിന്തിച്ച് അവസാനം ആഖിറം ചോദിക്കണം. ആഖിറത്തിൽ തന്നെ ഉയർന്ന പദവിയായിരിക്കണം. അതാ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. മൂന്നാമത്തെ ദിവസം റസൂലുള്ളാഹി പറഞ്ഞു, തീരുമാനമായോ എന്ന് ചോദിച്ചു. റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീരുമാനമായിട്ടുണ്ട്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളുടെ അടുത്ത കൂട്ടുകാരനായിട്ട് ആവല്ല ഞാൻ ചോദിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ തങ്ങളോടുള്ള മുറാഫഖത്ത് വേണം. സ്വർഗത്തിൽ നിങ്ങളെ കൂടെ ഇരിക്കണം, നിങ്ങളെ സ്ഥാനത്തോട് തൊട്ടടുത്ത സ്ഥാനം എനിക്ക് വേണം. അതാണ് ഞാൻ ചോദിക്കുന്നത്. റസൂലുള്ളാഹി ചോദിച്ചു, അവ ഗൈറദാലിക്, ഇതല്ലാത്ത വേറെ ചോദ്യമൊന്നും പോരെ, വേറെ വല്ലതും പോരെ, ഇതന്നെ വേണോ? ഖുൽതു ഹുവ ദാക്, എനിക്ക് തന്നെ വേണമെന്ന്, ഇതന്നെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി ഫാഇലുൻ. ഇമാം അഹ്മദിൻ്റെ റിപ്പോർട്ടിലുള്ള സംഭവമാണിത്. ഇന്നി ഫാഇലുൻ, ഞാനത് ചെയ്തു തരാം, ഞാനത് ചെയ്യും, അനക്ക് മുറാഫഖത്ത് തന്നെ ഞാൻ തരും. ഫഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, നിന്റെ നഫ്സിൻ്റെ മേലിൽ കസ്റത്തു സുജൂദ്, ധാരാളം സുജൂദ് ചെയ്യൽ കൊണ്ട് എന്നൊന്ന് സഹായിക്കണം. നീ ഒന്ന് എന്നെ സഹായിക്കണം. നീ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ധാരാളം സുജൂദ് ചെയ്യണം, നിസ്കരിക്കണം എന്നുള്ളത്. മഹാന്മാർ പറയുന്നു,
ഇതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹു ധാരാളമായി നിസ്കരിക്കുകയും അവരുടെ നെറ്റി കറുത്ത കളറായിരുന്നു തഴമ്പെട്ടിയിട്ട്, അതുപോലെ മുട്ടും കാല് വലിയ കറുപ്പായിരുന്നു തഴമ്പ് കെട്ടിയതിൻ്റെ പേരിൽ. അത്ര ധാരാളം സുജൂദ് ചെയ്യുന്നവരായിരുന്നു. അതിൻ്റെ ശേഷം റസൂലുള്ളാഹി തങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ ആദ്യം വിസമ്മതിച്ചു. പിന്നീട് പറഞ്ഞു റസൂലുള്ളാഹി പറയുന്നത് കല്യാണം കഴിക്കാം. വലിയ സംഭവമുള്ള ചരിത്രമുള്ള മഹാനാണ് റബീഅത്ത് ബിൻ കഅബ്. ഇവിടെ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവ് കൊടുത്തിരുന്ന മാതിരി ആഖിറവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. പല ആളുകൾക്കും സംശയമുള്ള വിഷയമാണ്. ഇത്രയും വലിയ ധനികനായ റസൂലായിരുന്നുവെങ്കിൽ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരുന്നത്? പലർക്കും ഉണ്ടാകുന്ന ചോദ്യമാണ്. എത്ര പറഞ്ഞാലും പിന്നെയും ചോദിക്കും, എന്തിനാ കല്ല് വെച്ച് കെട്ടിയത്? ഒന്ന് നാം പറഞ്ഞ മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട് കാലിയാക്കുന്നവരാണ്. പിന്നീട് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം തന്നെ വരണം, സമ്പത്തുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. അതിൻ്റെ പുറത്ത് മഹാന്മാർ വിശദീകരിക്കുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണഗതിയിൽ ധാരാളമായി വിസ്വാലിൻ്റെ നോമ്പ് നിൽക്കുന്നവരായിരുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ വിസ്വാലി ഫിസ്സൗം. നോമ്പിൽ വിസാല് ചെയ്യലിനെ തൊട്ട് റസൂലുള്ളാഹി തങ്ങൾ വിരോധിച്ചിരുന്നു. വിസാല് എന്ന് പറഞ്ഞാൽ ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നുണ്ട്, മഗ്രിബിൻ്റെ ശേഷം സുബഹി വരേക്കും നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്താലും വിശപ്പും ദാഹവും മടങ്ങുന്ന ഒരു സംഗതിയും ചെയ്യാതിരിക്കുക. ഈ രണ്ടർത്ഥം ആവശ്യമുള്ളത്. എന്തു തന്നെയായാലും പിന്നീട് വിശപ്പടക്കാൻ, ദാഹം തീർക്കാൻ ഒരു തുള്ളി വെള്ളവും കുടിക്കാതെ മഗ്രിബ് മുതൽ സുബഹി വരേക്കും, സുബഹി മുതൽ വൈകുന്നേരം വരേക്കും നോമ്പ് അനുഷ്ഠിക്കുക. ഇതാണ് വിസാലിൻ്റെ നോമ്പ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനെ വിരോധിച്ചതാണ്. ഫഖാല ലഹു റജുലുൻ ഇന്നക തുവാസിലു യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ, തങ്ങൾ വിസാലിൻ്റെ നോമ്പ് നോക്കുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി പറഞ്ഞു, അയ്യുക്കും മിസ്ലി, എന്നോട് ചോദ്യം, എൻ്റെ മാതിരി ആരാണുള്ളത്? ഇന്നി അബീതു യുത്ഇമുനി റബ്ബി വയസ്കീൻ. എൻ്റെ റബ്ബ് എനിക്ക് ഭക്ഷണം നൽകുന്നവരായിട്ടും എനിക്ക് വെള്ളം കുടിക്കാൻ പാനീയം നൽകുന്നവരായിട്ടും ഞാൻ പാർക്കുന്നവരാണ്. അതുകൊണ്ട് എൻ്റെ മാതിരി നിങ്ങളാരുമില്ല. ഞാൻ ഒരു വാഹിദാണ്, ഏകനാണ്, ഫർദാണ്. എനിക്ക് ഈ ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ റബ്ബ് എനിക്ക് ആമ ചെയ്യുന്നുണ്ട്, സിഖാവ് നൽകുന്നുണ്ട്, ഭക്ഷണവും പാനീയവും നൽകുന്നുണ്ട്. മുത്തഫഖ് അലൈഹി. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു മിനശ് ശഹരി ഹത്താ നളുന്ന അല്ലാ യസൂമ മിൻഹു വയസൂമു ഹത്താ നളുന്ന അല്ലാ യുഫ്തിറ മിൻഹു ശൈആ. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില മാസങ്ങളിൽ കുറേ മാസം നോമ്പ് നോൽക്കാതെ അങ്ങനെ പോകും, കുറേ ദിവസങ്ങൾ. ഞങ്ങൾ വിചാരിച്ചു ഇനി ഈ മാസത്തിൽ റസൂലുള്ളാഹിക്ക് നോമ്പുണ്ടാവൂല, പിന്നീട് നോമ്പ് നോൽക്കും മാസത്തിൻ്റെ അവസാനം. ചില മാസങ്ങളോട് നബി തങ്ങൾ ആദ്യം മുതൽ തന്നെ നോമ്പ് അനുഷ്ഠിക്കും. ഞങ്ങൾ പിന്നീട് പറയും റസൂലുള്ളാഹി തങ്ങൾ നോമ്പ് മുറിക്കൂല. ഇതാണ് വിസാലിൻ്റെ നോമ്പ്. വിസാലിൻ്റെ നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടേയിരിക്കും. ഒരു മാസത്തിൻ്റെ പകുതി രണ്ടാം പകുതിയുടെ രണ്ടാം പത്തിൻ്റെ അവസാനം വരേക്കും. ഇനി ഈ മാസം മുഴുവനും നോമ്പ് അനുഷ്ഠിക്കും വിസാലിൻ്റെ നോമ്പ് എന്ന് ഞങ്ങൾ പറയുന്നത് വരേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിക്കുന്നവരായിരുന്നു. ഇതാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അവരുടെ ബുർദയിൽ പറയുന്നത്, വലംതു സുന്നതമൻ അഹിയൽ വലാമ ഇദാ അനിഷ്തകത ഖദമാഹു ദുർറ മിൻ വറമി. നബി തങ്ങൾ രണ്ട് പ്രത്യേകതയാണ്, മറ്റുള്ളവർ അത് എത്തിക്കൂല. ഒന്നെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ നിന്ന് നിസ്കരിക്കും. ഒരു റക്അത്തിൽ തന്നെ അൽ ബഖറ ഓതിയിട്ടുണ്ട്.
ആൽ ഇമ്രാൻ ഓതിയിട്ടുണ്ട്, നിസാ ഓതിയിട്ടുണ്ട്, മായിദ ഓതിയിട്ടുണ്ട് ഒറ്റ റക്അത്തിൽ. ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾ നബി തങ്ങൾ ദീർഘമായ നിസ്കാരം. അതേമാതിരി തന്നെ നബി തങ്ങൾ റുക്കൂയിലും സുജൂദിലും ഇഅ്തിദാലിലുമെല്ലാം അതുപോലെ കിടക്കുന്നവർ. അത് ദീർഘമായ നിസ്കാരം നിസ്കരിച്ചിട്ട് കാലിനിക്ക് നീര് കെട്ടും നിസ്കാരം. അതുപോലെ റസൂലുള്ളാഹിന്റെ നോമ്പാണ് മുസ്ലിം പ്രഖ്യാപിക്കുന്നത്. സുന്നത്ത് നബി തങ്ങളെ സുന്നത്താണ് പ്രഖ്യാപിക്കുന്നത്, വിശപ്പല്ല സുന്നത്ത്. വശദ്ദ മിൻ ശഗബിൻ അശാഅഹു ഫതവ തഹ്തൽ ഹിജാറതി കശ്ഹം മുത്രഫൽ അദമി. വളരെ മിനുസമുള്ളതായ തോലുള്ള ഊരയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഊരയിൽ കല്ല് വെച്ച് കെട്ടിയിരുന്നു. വശദ്ദ റസൂലുള്ള വെച്ച് കെട്ടി മിൻ ശഗബിൻ ദാഹത്താ വിശപ്പിനാൽ അശാഹു നബി തങ്ങളെ വയറിനെ വതവ അതിനെ ചുറ്റി വെക്കുകയും ചെയ്തു. തഹ്തൽ ഹിജാറത്തി കല്ലിൻ്റെ ഉള്ളിൽ താഴെ കല്ലിൻ്റെ താഴെ ചുരുട്ടി വെച്ചു. കശ്ഹൻ ഒരു ഊരയെ, ഇങ്ങനെയുള്ള ഊരയാണ് മുത്രഫൽ അദമി, തോലുമിന് മിനുസമുള്ളതായ നബി തങ്ങളെ പൂമേനി. ആ പൂമേനിയിലുള്ള ഊരയെ നബി തങ്ങൾ കല്ലിൻ്റെ ചോട്ടിൽ ചുരുട്ടി വെക്കുകയും ചെയ്തു. ഇവിടെ മഹാന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്, കല്ല് വയറ്റത്ത് വെച്ച് കെട്ടുക എന്ന് പറഞ്ഞാൽ എത്ര വലിപ്പമുള്ള കല്ലാണ്, എങ്ങനെയാണ് ആ കെട്ടൽ, എന്തിനാണ് ആ കെട്ടണ്, എന്ത് കെട്ടിയതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്. അതുകൊണ്ട് പല മഹാന്മാരും പറയുന്നുണ്ട് കല്ല് കെട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരെ കല്ലല്ല. കാരണം കല്ല് വിശന്നാൽ കെട്ടുന്നൊരു സ്വഭാവം ലോകത്ത് ഇന്ന് വരെ ഒരു സ്ഥലത്തും പറയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കല്ല് കെട്ടുക എന്ന് പറഞ്ഞതുകൊണ്ട് അതുപോലെ എന്തെങ്കിലും ഒന്ന് വയറ്റ് വേദനാവാതിരിക്കാൻ വേണ്ടി കെട്ടി എന്നുള്ള അർത്ഥമേ ഉള്ളൂ. കല്ല് വെച്ചതുകൊണ്ട് എന്ത് ഫായ്ദയുണ്ട് എന്ന് ചോദിക്കുന്നവരുണ്ട്. വലിയ വലിയ മഹാന്മാർ തന്നെ നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ നാം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ മഹാന്മാരായ ചില മഹാന്മാർ പറയുന്നത് കല്ല് വെച്ച് കെട്ടിയതുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും മദീനക്കാരുടെ ശൈലിയായിരുന്നു, കൂടുതൽ വിശപ്പ് വന്നാൽ കല്ല് വെച്ചിട്ട് ഒരു തുണി കൊണ്ടിട്ട് വരിഞ്ഞു കെട്ടുക എന്ന് പറയുന്നത്, ഉറപ്പിച്ച് കെട്ടുക. ഇമാം ഇബ്നു ഹജർ തങ്ങൾ അത് വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് ത്വആം വരുന്നുണ്ട്, ഭക്ഷണം വരുന്നുണ്ട്, പാനീയം വരുന്നുണ്ട്, നബി തങ്ങൾ കുടിപ്പിക്കുന്നുമുണ്ട്. എന്നാലും വിശപ്പിൻ്റെ ആ കാഠിന്യം അറിഞ്ഞ് ക്ഷമിച്ചതിൻ്റെ പ്രത്യേകമായ പദവി റസൂലുള്ളാഹിക്ക് കിട്ടാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന പാനീയവും അള്ളാഹു കൊടുക്കുന്ന ഭക്ഷണവും കൊണ്ട് ക്ഷീണം എന്ന് പറയുന്ന സംഭവം റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടേ ഇല്ല, ഉണ്ടാകുകയുമില്ല. എത്ര ദിവസം കിടന്നാലും ഭക്ഷണം കഴിക്കാതിരുന്നാലും. എന്നാലും വയറിനിക്കുണ്ടാകുന്ന ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യ സഹജമായ ആ വിശപ്പ്, ആ വയറിൻ്റെ കാളല്, വയറിൻ്റെ വേദന, ആ വിശപ്പ് സംബന്ധമായിട്ട് വയറിനുണ്ടാകുന്ന ആ വല്ലാത്ത അസ്വസ്ഥത, അത് റസൂലുള്ളാഹിക്ക് അനുഭവപ്പെടുമ്പോൾ നബി തങ്ങൾ വയറ് വെച്ച് കെട്ടലുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് കൊടുക്കുന്ന പാനീയവും അത് കൊടുക്കുന്ന ഭക്ഷണവും കൊണ്ട് ക്ഷീണമുണ്ടാകൂല. എന്നാൽ വയറ്റത്തേക്ക് ഭൗതികമായ ഭക്ഷണങ്ങൾ ചെന്നെങ്കിൽ വയറിൻ്റെ ആ വിശപ്പടങ്ങാനുള്ള പ്രവർത്തനം നടക്കുള്ളൂ. അതിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം അതില്ലാതിരിക്കാൻ വേണ്ടി വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ തങ്ങൾ അൽ ഉംദ ഫി ശറഹിൽ ബുർദ എന്നുള്ളതിൽ ഈ ഹദീസിൻ്റെ വിഷയാവ്യാഖ്യാനത്തെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു സംശയം ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണഗതിയിൽ കല്ല് വെച്ച് കെട്ടിയിരുന്നത്. പലരും കണ്ടവരുണ്ട്, അതെല്ലാം അങ്ങനെയാണ്. എന്നാൽ ഖന്തക്ക് കിടങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയറ്റത്ത് വെച്ച് കെട്ടിയിട്ടുണ്ട്. അത് മഹാന്മാരായ അസ്വാബുമാർ എല്ലാവരും കിടങ്ങ് കീറുന്ന ആ ഒരു ജോലിയിലായതുകൊണ്ട് തന്നെ അവിടെ ഭക്ഷണം പുറത്തു പോയി കൊണ്ടുവരാനോ കച്ചവടം ചെയ്യാനോ ആളുകളില്ലായിരുന്നു. എല്ലാവരും ഈ സോലൻ്റെ പേരിലായതുകൊണ്ട് അതുകൊണ്ട് 3 ദിവസം ഒരാൾക്കൊരു ഭക്ഷണം കിട്ടിയിട്ടില്ല. നബി തങ്ങൾക്ക് മാത്രമല്ല, മദീനത്ത് പൂർണ്ണമായും പണമില്ലാത്തത് കൊണ്ടല്ല, ഭക്ഷിക്കാൻ പറ്റുന്ന സാധനം കൊണ്ടുവരാൻ ഒരാൾക്ക് ഒഴിവില്ല. എല്ലാവരും യുദ്ധകാലാവസ്ഥയിലാണ്, യുദ്ധത്തിലാണ്. പിന്നീടാണ് മുമ്പ് നാം വിശദീകരിച്ച ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു സംഭവം നടക്കുന്നതും റസൂലുള്ളാഹിൻ്റെ ആ മഫാത്തിഹു ഖസായിനുൽ അർദ് തുറക്കുന്നതും എല്ലാവരെയും വിശപ്പടക്കുന്നതും.
അതെല്ലാം മറ്റൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അധികവും റസൂലുള്ളാഹി തങ്ങൾ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരുന്നത് ഈ വിസാലിൻ്റെ നോമ്പ് അനുഷ്ഠിക്കുമ്പോഴാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, വലമ്മാ ദക്കറ الناظم من جوعه صلى الله عليه وآله وسلم ما ذكر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശപ്പിനെ പറ്റി ബഹുമാനപ്പെട്ട അബൂ സുലൈമാൻ പറഞ്ഞപ്പോൾ ഏതെങ്കിലും അന്തംഗമ്മികളായ ധാരണക്കാർ ധരിക്കലിനെ ഭയപ്പെട്ടു. എന്ത്? അന്നദാലിക കാന ലിഇസ്വാഇ ദുനിയ അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ദുനിയാവ് പിന്തിരിഞ്ഞു പോയതിൻ്റെ പേരിലാണ്. വഅദമി തമക്കുനിഹി മിനൽ വുസൂലി ഇലാ ശൈഇൻ മിൻഹാ. ദുനിയാവിൻ്റെ വസ്തുക്കളിൽ നിന്ന് ഒന്നും നബിക്ക് സൗകര്യമായി കിട്ടാത്തത് കൊണ്ട്, ഭക്ഷിക്കാൻ പറ്റിയ ഒന്നിനും നബി തങ്ങൾക്ക് ഇംകാനില്ലാത്തത് കൊണ്ടിട്ടാണ് എന്ന് ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നബി തങ്ങൾ തനി ഫഖീറായത് കൊണ്ടിട്ടാണ് എന്ന് ധരിക്കാൻ സാധ്യതയുണ്ട്. ഫലാ യകൂനു തർക്കുഹു അൻ സുഖ്ദിൻ ഇഖ്തിയാരിയിൻ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തെ ഒഴിവാക്കുന്നത് നബി തങ്ങളുടെ സ്വയം ഇഷ്ടപ്രകാരമുള്ള സുഹൃദല്ല, ദുനിയാവ് ഉണ്ടായിട്ട് വേണ്ടാന്ന് വെക്കലല്ല. ബൽ അന്നംറിൻ ഇൽത്തിറാരിയും, കുടുങ്ങിയിട്ട് അങ്ങനെ ആയതാണ്. ഒരു സാധനം കിട്ടാത്തത് കൊണ്ട് നബി തങ്ങൾ ഭക്ഷണം കഴിക്കാതെ വിശന്ന് നടന്നതാണ്. കിട്ടുകയാണെങ്കിൽ നബി തങ്ങൾ തിന്നുമായിരുന്നു. മുമ്പൊരുത്തം പറഞ്ഞല്ലോ, അങ്ങനെയാണ് സംഭവം ഉള്ളത്. ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ കൊല്ലാൻ വേണ്ടി വിധിച്ചു. ഷിഫലിൻ്റെ ഷറയിൽ നിന്ന് ഉദിച്ചിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, നബി തങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് പട്ടിണി കിടന്നതാണ്, ഉണ്ടെങ്കിൽ നബി തങ്ങൾ തിന്നുമായിരുന്നു എന്ന് പറഞ്ഞ പോലെ കൊല്ലണം എന്ന് ഇമാമിങ്ങൾ വിധി പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് ആരെങ്കിലും ധരിച്ച് ഈമാം പോവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇമാം ബുഖാരി, ഇമാം ബുസൂരി ഫദഫഅദാലിക, ആ ഒരു ഊഹാപോഹത്തെ തട്ടി ബിഖൗലിഹി വറാവദതുൽ ജിബാലു സുമ്മു മിൻ ദഹബി അന്നഫ്സിഹി ഫറാഹ അയ്യമാ ശമമി എന്ന വൈത്ത് കൊണ്ട് നബി തങ്ങൾക്ക് ഇല്ലായ്മ എന്ന് പറയുന്നൊരു സ്വഭാവം നബി തങ്ങൾക്ക് ഉണ്ടായിട്ടേ ഇല്ല. നബി തങ്ങൾക്ക് വലിയ വലിയ പർവ്വതങ്ങൾ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് ഞങ്ങൾ സ്വർണ്ണമായി തരാ. റസൂലുള്ളാഹി എനിക്ക് വലിയ പിന്തിരിഞ്ഞ് പോവൽ, അതിലേക്കൊന്നും ആവശ്യമില്ല കാണിച്ചു കൊടുത്തു എന്നാണ്. ഇത് കിട്ടാത്തത് കൊണ്ടല്ല, ഉപയോഗിക്കാത്തത് കൊണ്ടിട്ടാണ്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ സംഭവമുള്ളത് വിസാലിൻ്റെ നോമ്പിലുമാണെന്ന് ഇബ്നു ഹജർ തങ്ങൾ പ്രത്യേകം ഉണർത്തുന്നുണ്ട്. അതുപോലെ സാധാരണ പറയുന്നൊരു ഹദീസാണ്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലാ അഅലമുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റആ റഗീഫൻ മുറക്കക ഹത്താ ലഹിക ബില്ലാഹ് വലാ റആ ഷാതൻ സമീത ബിഐനിഹി ഖത്തു. ഇത് ചില ആളുകൾ നബി തങ്ങൾ ഫഖീറാണ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹദീസുകളാണ്. നഊദു ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവിട് കളഞ്ഞ, ഉമി മുഴുവനായി കളഞ്ഞ റൊട്ടി കഴിച്ചതായി നമ്മൾക്ക് ആർക്കും അറിയില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. ദേവിരം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി തങ്ങളുടെ വീട്ടിൽ ഉമി മുഴുവനും കളഞ്ഞ്, തവിട് മുഴുവനും കളഞ്ഞ് ഭക്ഷണം റൊട്ടി ഉണ്ടാക്കലേ ഇല്ല. അപ്പോൾ ചോദിച്ചു, ഞങ്ങൾ എന്താ കാട്ടല്? അപ്പോൾ ഞങ്ങൾ ഷഈർ തൊലി ഗോതമ്പം കുത്തി അത് മുറത്തിരിട്ട് ഞങ്ങൾ ഊതും, എന്നിട്ട് അതിൽ പോടുന്നൊക്കെയാണ് പോകും, എന്നിട്ട് ബാക്കിയുള്ളത് കൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കലാണ്. ഇത് ഇല്ലായ്മൻ്റെ അടയാളമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ഒരു പ്രത്യേകതയുള്ളവരാണ്, ലോകത്തെ പഠിപ്പിക്കുന്നവരാണ്. നബി തങ്ങൾ ദീൻ പഠിപ്പിക്കുന്ന ഭാഗം തന്നെയാണ് ഭക്ഷണം പഠിപ്പിക്കുക എന്ന് പറയുന്നതും അതിലുള്ള നന്മയും തിന്മയും പഠിപ്പിക്കലും. കഴിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ പ്രത്യേകിച്ചും ഭക്ഷണത്തിൽ നിന്ന് വെറും അതിൻ്റെ തവിടുകളും അതിൻ്റെ ഉമികളും മുഴുവനും ഒഴിവാക്കി കഴിക്കല്ല വേണ്ടത്. തവിടതിൽ നിർത്തണം, ഉമി അല്പം വേണം. ആ ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഇന്നത് ലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. റൊട്ടിക്കടകളിലെല്ലാം 3 സൈസ് റൊട്ടിയുണ്ട്. ഒന്നേതാ, എല്ലാം കളഞ്ഞിട്ട് വെറും മൈദ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ചില റൊട്ടികൾ, ചിലതിൽ തവിട് ബാക്കിയാക്കും, അസ്മർ എന്ന് പറയുന്നത് തവിട് ബാക്കിയാക്കിയിട്ടുണ്ടാക്കുന്നത്.
വേറൊന്ന് ഉമിയും തവിടും രണ്ടും കൂടി ബാക്കിയാക്കിയിട്ടുണ്ടാക്കുന്ന മൂന്നാമത്തെ ഐറ്റം ഉണ്ട്. അതിനൊക്കെ വില കൂടുതലാണ്. അതാണ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലത്. അത് പഠിപ്പിക്കൽ നബി തങ്ങളുടെ ബാധ്യതയല്ലേ? അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണുകൊണ്ട് സമീത്തായ ആടിനെ കണ്ടില്ല. എന്താ സമീത്തായ ആട്? ആടിനെ അറുത്തിട്ട് ആടിൻ്റെ തോല് ചുടുവെള്ളത്തിലിട്ടിട്ട് രോമം പൊളിക്കുക, തോല് പൊളിക്കാതെക്കുക, എന്നിട്ട് അങ്ങനെ തന്നെ തീയിൽ കൊണ്ടുപോയിട്ടിട്ട് ചുട്ട് കഴിക്കുക. ഈ നിലക്ക് മുഴുവൻ ആടിനെ തോല് പോലും പൊളിക്കാതെ രോമം മാത്രം കളഞ്ഞ് ചുട്ട് തിന്ന ഇങ്ങനെയുള്ള ആടിനെ റസൂലുള്ള കണ്ടിട്ട് പോലുമില്ല. അന്ന് ആരെയും അങ്ങനെ ചെയ്തിട്ടില്ല നബിൻ്റെ മുമ്പെന്ന്. അതുകൊണ്ട് എന്താ അങ്ങനെ മുഴുവൻ ആട് തിന്നാലേ മോലാളിയാവുള്ളൂ എന്ന് ആരും പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ എന്ത് ഇസ്തിംബാത്താണ്? ഇങ്ങനെയുള്ള ഇസ്തിംബാത്ത് ചെയ്തിട്ട് നബി തങ്ങളെ ഫഖീറാക്കണീന് പകരം ഇമാമിയങ്ങൾ പറഞ്ഞതുപോലെ മനസ്സിലാക്കി അള്ളാൻ്റെ റസൂൽ ആരായിരുന്നു എന്ന് ഞാൻ ഈ മുഖദ്ദിമയിൽ പറഞ്ഞതുപോലെ ഏറ്റവും ചുരുങ്ങിയത് അതുപോലെ മനസ്സിലാക്കണം. റസൂലുള്ളാഹി തങ്ങൾ അന്നത്തെ കാലത്തുള്ള ഭരണാധികാരികളിൽ വെച്ച് ഏറ്റവും വലിയ ഭരണാധികാരിയും ഏറ്റവും കൂടുതൽ വരുമാനമുള്ളവരുമായിരുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ ശേഷം പിന്നീട് നബി തങ്ങളെ ധർമ്മം കാരണമായിട്ട് വീട് കാലിയാവലുണ്ട്. അത് ശരിയാണ്. അത് നബി തങ്ങളെ പ്രത്യേകതയുമാണ്. മറ്റൊരാൾക്ക് അത് ഊഹിക്കാൻ പോലും കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാർ നബി തങ്ങളെ പറ്റി അജ്വദുന്നാസ് എന്ന് പറഞ്ഞതും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണ രീതി അത് ഇതുപോലെ ഒരു ക്യാമ്പയിനായി നടത്തേണ്ടതാണ്. ഓരോരോ ദിവസങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയായിരുന്നു കഴിച്ചിരുന്നത്? പ്രധാനപ്പെട്ടത് നാം സൂചിപ്പിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രധാന ഭക്ഷണമായ ഗോതമ്പ്, വാർലി ദിവസം ഒരു നേരമേ കൈക്കൊള്ളൂ. അത് തന്നെ വിശപ്പടക്കാനുള്ളതേ കൈക്കൊള്ളൂ. വയറ് നിറച്ച് കഴിക്കൂല. രണ്ടാമത്തെ നേരത്തെ ഭക്ഷണം അത് വേറെ വല്ലതുമായിരിക്കും, അതും വയറ് നിറക്കൂല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിശപ്പടക്കലാണ് പതിവ്. ഫഖീറന്മാരുടെ ഭക്ഷണം കഴിക്കൽ പോലെയാണ് റസൂലുള്ളാഹിന്റെ ഇരുത്തവും കഴിക്കലും അല്ല. ആഡംബരത്തിന്റെ ഭക്ഷണം അത് നബി തങ്ങൾ ഭക്ഷണത്തിൽ കൈ ഉപയോഗിക്കലില്ല. നബി തങ്ങൾക്ക് തീരെ ആഡംബരമില്ല എന്നതെനിക്ക് അർത്ഥമില്ല. പല സാമ്പിളുകളും നാം വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഭക്ഷണത്തിൽ അതില്ല. പിന്നെ രണ്ടു നേരം പ്രധാന ഭക്ഷണമായ ഗോതമ്പത്തിന്റെ ഭക്ഷണം കഴിക്കൽ, അത് തന്നെ പൂർണ്ണമായി കളയാതെ, തവിട് കളയാതെ അത് കഴിക്കൽ. രണ്ടു നേരവും മാംസം ഉപയോഗിക്കൽ. വിരുന്നുകാരുണ്ടാകുമ്പോൾ, പ്രത്യേക ഗസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേക പരിപാടികൾ ഉണ്ടാകുമ്പോൾ, അപ്പോൾ പല ഭക്ഷണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിക്കലുണ്ട്. ഒരു സമയത്ത് തന്നെ പല ഭക്ഷണങ്ങൾ ഉണ്ടാക്കലുണ്ട്, കൊടുക്കലുണ്ട്. അതെല്ലാം പ്രത്യേക സാഹചര്യങ്ങളിൽ, സൽക്കാരങ്ങളിൽ മാത്രം. എന്നാൽ തന്നെ വയറ് നിറയോളം കഴിക്കുക എന്ന് പറയുന്നത് സർവ്വസാധാരണയല്ല. അതൊരു സ്വന്തമായി ഒരു ക്യാമ്പയിനായി 10-20 മണിക്കൂറുകൾ പറഞ്ഞു തീർത്താൽ പോലും തീരാത്തതാണ്. ഇന്നത്തെ ലോകത്തോട് ശാസ്ത്രജ്ഞന്മാർ, ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന, അവർ തരുന്ന ലിസ്റ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണത്തിന്റെ രീതിയും കൊണ്ട് നോക്കിയാൽ അവർ നബി തങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചതാണോ എന്ന് തോന്നും. രോഗങ്ങൾ ശരീരത്തിലേക്ക് വരാതിരിക്കാൻ, അതുപോലെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിൽക്കാൻ ഭക്ഷണ ക്രമീകരണം റസൂലുള്ളാഹി തങ്ങൾ ക്രമീകരിച്ചതുപോലെ അത്യന്താപേക്ഷിതമാണ്. ഇന്ന് രോഗം ശക്തിയായി
ഓരോരുത്തരോടും ഏത് ഡോക്ടർമാരും പറയും ഭക്ഷണം നിയന്ത്രിക്കണേ. ഭക്ഷണമാണ് എല്ലാവിധ രോഗത്തിൻ്റെയും കാരണം. അത് കൃത്യമായി വളരെ തുച്ഛമായി രാജാക്കന്മാർ കഴിക്കുന്നത് പോലെ ഇന്ന് കഴിക്കുന്ന രീതി ഒഴിവാക്കണം. സർവരാൽ അംഗീകരിച്ച നിയമമാണ്. ഇന്ന് ഭക്ഷണത്തിനിക്ക് കഴിവുള്ളവരെന്നോ കഴിവില്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ പഴയ രീതിയെല്ലാം ഒഴിവാക്കി മാംസങ്ങളും അതുപോലെ എണ്ണകളും കരിച്ചും പൊരിച്ചും ധാന്യങ്ങൾ അടക്കം റോസ്റ്റാക്കി കഴിക്കുന്നതാണ് ജനങ്ങൾക്കിഷ്ടം. ധാരാളം നെയ്യൊഴിച്ച് ധാരാളം പലതും കൂട്ടി കഴിക്കുന്ന രീതി. അതുകൊണ്ട് തന്നെ രോഗം പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യന്റെ സമ്പാദ്യത്തിന്റെ അധിക ഭാഗവും രോഗ ചികിത്സക്ക് നിശ്ചയിക്കേണ്ടി വന്നത് ഭക്ഷണം താറുമാറായതാണ് എന്ന് ലോകം സമ്മതിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണ രീതി മാതൃകയാക്കേണ്ടതാണ്. അത് ദാരിദ്ര്യത്തിന്റെ അടയാളമല്ല, അതാണ് ഭക്ഷണത്തിന്റെ രീതി, ലോകം പിന്തുടരേണ്ട രീതി എന്നല്ലാതെ അതല്ല നബി തങ്ങളെ ഫക്കീർ തരത്തിന്റെ അടയാളമാണ് എന്ന് പറയുന്ന ഹംഖുകൾക്ക് നബി തങ്ങളെ സംബന്ധിച്ച് ഒരു ഐഡിയയും ഇല്ലാത്തതിന്റെ പേരിലാണ്. അള്ളാഹു നമുക്ക് നന്മ നൽകട്ടെ. നബി തങ്ങളോട് പിന്തുടരാനുള്ള സൗഭാഗ്യം നൽകട്ടെ. ഭക്ഷണ രീതിയിലടക്കം